അഡ്വക്കേറ്റ് ആൻസൺ, താങ്കൾ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു പ്രതിനിധി ആയതുകൊണ്ട് കൂടിയാണ് ഇവിടെ ഇപ്പോൾ ജോർജ് സാറ് പറഞ്ഞതുപോലെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ അല്ലെങ്കിൽ സർക്കാരിന് കീഴിൽ വരുന്ന പോലീസിന്റെ തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്. മോഹൻലാലിനെ വെച്ചുകൊണ്ടാണ് അഡ്വർടൈസ്മെന്റ് നടത്തുന്നത്. അതിന്റെ വാചകം ആരംഭിക്കുന്നത് തന്നെ മൗനത്തിന് പല അർത്ഥങ്ങളുണ്ട്. നിങ്ങളുടെ മൗനം അത് പലപ്പോഴും നിങ്ങളുടെ സമ്മതം കൂടിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭരണകൂടം മൗനം പാലിച്ചാലും ഈ ലഹരി മാഫിയകൾക്കുള്ള സമ്മതം മൂളലായി അതിനെ കാണേണ്ടി വരും. നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ മൗനം പാലിച്ചാലും അതും സമ്മതം മൂളലായി കാണേണ്ടി വരും. അവിടെ SFI എന്നോ ABVP എന്നോ KSU എന്നോ ഒന്നും വ്യത്യാസം കാണേണ്ടതില്ല. നമ്മുടെ ക്യാമ്പസുകളിൽ ഇത് പുതുമയുള്ള ഒന്നല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപനം അത്രമേൽ അപകടകരമാണ് എന്നതിൻ്റെ തെളിവുകളും വിവരങ്ങളും തുടർച്ചയായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ ഉത്തരവാദിത്വം ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇല്ലേ? അങ്ങനെ പറഞ്ഞൊഴിയാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധിക്കുമോ ശ്രീ ആൻസൺ? 100% ഇവിടെ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലുള്ള ഏതൊരു വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു ചോദ്യമാണ് അഭിലാഷ് ചോദിച്ചത്. ഇവിടെ ഇപ്പോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന SFIയുടെയും യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KSUവിന്റെയും പ്രതിനിധികളെല്ലാം തന്നെ ഇത് എന്റെ ഗർഭമല്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒഴിയാനോ അതല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പ്രശ്നമാണ് എന്ന് കാണിക്കുന്നതിനുമായിട്ടുള്ള ചർച്ചയും വാഗ്വാദവും മാത്രമാണ് നടക്കുന്നത്. ഇതിനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയമായിട്ടാണോ കണക്കാക്കേണ്ടത്, അതോ ഒരു പൊതു പ്രശ്നമായിട്ടാണോ കണക്കാക്കേണ്ടതെന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും അതിന് ആത്മാർത്ഥമായിട്ട് വേണ്ടുന്ന നടപടികൾ എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏതൊരു പാർട്ടിക്കാരനായിക്കോട്ടെ, SFI ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു കച്ചവടം ഈ ഒരു ക്യാമ്പസിൽ, ഇത് ഈ ഒരു ക്യാമ്പസിലെ മാത്രം പ്രശ്നമല്ല, ഏതൊരു ക്യാമ്പസിൽ നടക്കുമ്പോഴും അതിനെതിരെ പരാതി കൊടുത്ത് അതിലൊരു നടപടി എടുക്കുന്നതിനായിട്ടുള്ള നിലവാരം വരെ അല്ലെങ്കിൽ ആ ഒരു നിലവരെ പിറകെ പോകാൻ തയ്യാറായിട്ടുള്ള എത്ര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. ഇവിടെയും പരാതി കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളല്ല, ഇവിടെ പരാതി കൊടുത്തിരിക്കുന്നത് പ്രിൻസിപ്പലാണ്, ഇവിടെ ഹീറോ പ്രിൻസിപ്പലാണ്. എന്തുകൊണ്ട് ഇതിന്റെ അകത്ത് ഇപ്പൊ SFI ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, ഏതൊരു സംഘടന ആയിക്കോട്ടെ, എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇത്തരത്തിലൊരു പരാതി കൊടുത്ത് അതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ, ഈ ക്യാമ്പയിനുകൾ എന്ന് പറയുന്നത് ഇവിടെ ആത്മാർത്ഥമായിട്ട് ഇപ്പം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. ഇവിടെ കേരളത്തിൽ ഇപ്പോ ലഹരിക്കെതിരെ ഇങ്ങനെ ഒരു പൊതുബോധം ഉണർന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാധ്യമങ്ങളുടെ ഒരു പ്രയത്നം വളരെ വലുതാണ്. എന്തുകൊണ്ട് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിപത്തിനെതിരെ ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു സമരമോ ഒരു ക്യാമ്പയിനോ നടത്താൻ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾക്കായിട്ടില്ല? അത് എന്തുകൊണ്ടാണ് എന്ന് ഓരോ വിദ്യാർത്ഥി സംഘടനകളും ചിന്തിക്കണം. നമ്മൾ അപ്പോഴും പറയും ഞങ്ങൾ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ടെന്ന്. ക്യാമ്പയിനുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് അവകാശങ്ങൾ പിടിച്ചു വാങ്ങിച്ചിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് കേരളത്തിലുള്ളത്. അവിടെയാണ് ശ്രീ ആൻസൺ എനിക്ക് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ ഇത് ആവർത്തിക്കുമ്പോൾ കൗതുകമായി തോന്നുന്നത്. ഞാനും കോളേജിലൊക്കെ പഠിച്ചിട്ടാണല്ലോ ഈ ജോലി ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം, ഈ ജോർജ് സാർ ഇവിടെ സൂചിപ്പിച്ചു ഒരു അധ്യാപകന്റെ ആ ഒരു ആർജവത്തെ അംഗീകരിക്കുന്നുവെന്ന്. പലപ്പോഴും ഈ അധ്യാപകൻ പോലും ഭയക്കേണ്ട സാഹചര്യമാണുള്ളത്. കാരണം ലഹരി മാഫിയ അത്രമേൽ ശക്തമാണ്. ഇങ്ങനെ ഒരു പരാതി നൽകിയത് പ്രിൻസിപ്പളാണ് എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ചിലപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ചിലപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ കൈകാര്യം ചെയ്യും. കാരണം ഇതിലിപ്പോൾ എല്ലാവരും വന്നു കണ്ണിയായി എന്നതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം രക്ഷപ്പെടാം. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നുവെങ്കിൽ അത് ആ വിദ്യാർത്ഥി സംഘടനയെ കരിവാരിത്തേക്കാനാണ് എന്ന ആക്ഷേപം നേരിടുമായിരുന്നു. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം പറയേണ്ടതില്ല. സാധാരണ വിദ്യാർത്ഥികളൊക്കെ ഭയന്നിട്ട് ഇക്കാര്യങ്ങൾ പുറത്തു പറയില്ല. പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെയല്ല. ഞാനടക്കം പഠിക്കുമ്പോൾ ഒരു വിഷയമുണ്ടായാൽ, ഒരു വിദ്യാർത്ഥി ഒറ്റപ്പെട്ടു പോയാൽ, അവനൊരു പരാതിയുണ്ടെങ്കിൽ, അവൾക്കൊരു പരാതിയുണ്ടെങ്കിൽ അത് കേൾക്കാനും അവർക്കൊപ്പം നിൽക്കാനുമാണ് വിദ്യാർത്ഥി സംഘടനകൾ തുനിയാറുള്ളത്. അങ്ങനെ തുനിഞ്ഞിറങ്ങിയാൽ ഇത്തരം ക്യാമ്പസുകളിൽ എങ്കിലും ലഹരിയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ ആൻസർ? ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥി സംഘടനകളും അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കെല്ലാം 1 ലക്ഷത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ട് എന്നുള്ളത്. ഒന്ന് ഓർത്തു നോക്കുക, ഇത്രയേറെ ഈ അവകാശവാദത്തിൽ അല്പമെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ 1 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമാണോ കേരളത്തിലുള്ള ക്യാമ്പസുകളിൽ ലഹരി മരുന്നിനെ തുടച്ചു നീക്കാൻ പറ്റുക, തുടച്ചു നീക്കുക എന്നുള്ളത് അത്ര വലിയൊരു കാര്യമാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ഇങ്ങനെ ഒരു അധ്യാപകൻ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ ലഹരിമരുന്ന് വിൽക്കുകയല്ല നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. ലഹരിമരുന്ന് വിൽക്കുന്നവർ വിദ്യാർത്ഥി സംഘടനകളെയും മതങ്ങളെയും മതസംഘടനകളെയും
അവരുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വിദ്യാർത്ഥി സംഘടനകളെ ലഹരി മരുന്ന് വിൽക്കുന്നവരെ ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ തിരിച്ചറിവ് ഉണ്ടാകാതെ ഇത് ഞങ്ങളിൽ പെടുന്ന ആളല്ല എന്ന് പറഞ്ഞ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരുന്നാൽ ഈ മഹാവിപത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സാമൂഹിക ദുരന്തം, ഈ ഒരു വലിയൊരു പ്രശ്നം, ഈ ലഹരി മരുന്ന് വിൽക്കുന്നത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഇതിനോട് ചേർന്നുണ്ടാകുന്ന അനവധി നിരവധി കുറ്റകൃത്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നമ്മൾക്ക് എന്ത് പറയുന്നത്, എന്റെ അടുത്ത് ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ എന്റെ അടുത്ത് വരുന്ന ഒരുപാട് കൗൺസിലിംഗ് കേസുകൾ ഒന്ന് ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ അബോർഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നമ്മുടെ ക്യാമ്പസിൽ നിന്നും ഉണ്ടാകുന്നു. ലഹരി മരുന്നുമായിട്ട് ചേർന്നുണ്ടാകുന്ന സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻസ് നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്. ഈ ലഹരി മരുന്നിന്റെ ഉപയോഗം കൊണ്ട് നടക്കുന്നതാണ്. എന്തുകൊണ്ട് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുന്നില്ല? ക്യാമ്പസുകളിൽ ഈ നടക്കുന്ന കാര്യം ഈ സംഘടനകൾക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല? നമ്മൾ ഇവിടെ ക്യാമ്പസുകൾ അധികാരം പിടിക്കുക അല്ലെങ്കിൽ ക്യാമ്പസുകൾ സ്വന്തമാക്കുക എന്നതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളോട് അല്പമെങ്കിലും ആത്മാർത്ഥത കാണിക്കണമെന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനും പറയാനും ഉള്ളത്. വളരെ പെട്ടെന്ന്